ഇന്ന് നമുക്ക് പപ്പായ വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. തേങ്ങ അരച്ചുള്ള കറിയാണ്. അതിന് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അരമുറി പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ, ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് 3 വിസിൽ വരുന്നവരെ അടിക്കുക. അപ്പോഴത്തേക്കും പപ്പായ എളുപ്പം വേവുന്നതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. പപ്പായൊക്കെ എപ്പോഴും വീട്ടിൽ ഉള്ള സാധനമുണ്ട്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചിലവും കുറവാണ്. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ ഒരു അരമുറി തേങ്ങയിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് വയ്ക്കുക. അപ്പോൾ പപ്പായൊക്കെ വെന്തിട്ടുണ്ട്. അതിനെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കുക്കറിനകത്ത് തന്നെ ആയാലും മതി. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഈ അരച്ച് വെച്ച അരപ്പും ഒഴിച്ച് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് ഇത്തിരി വെള്ളമൊക്കെ വറ്റി പാകത്തിന് ചാറാവുന്ന വരെ സമയത്ത് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് വറുത്തിടണം. കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്ത് കറിയിലേക്ക് ഒഴിക്കുക. കറി റെഡിയായി കഴിഞ്ഞു. ഏറ്റവും സിമ്പിളാണ് ഉണ്ടാക്കാൻ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എപ്പോഴും പപ്പായൊക്കെ എല്ലാ വീട്ടിലും കാണും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.